ന്യായാധിപന്മാരുടെ പുസ്തകം 12-ാം അധ്യായം. അനന്തരം എഫ്രയീമ്യർ ഒന്നിച്ചുകൂടി വടക്കോട്ട് ചെന്ന് യിഫ്താഹിനോട്, നീ അമ്മോന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ കൂടെ പോരേണ്ടതിന് ഞങ്ങളെ വിളിക്കാത്തത് എന്ത്? ഞങ്ങൾ നിന്നെ അകത്തിട്ട് വീട്ടിന് തീ വെച്ച് ചുട്ടുകളയും എന്ന് പറഞ്ഞു. യിഫ്താഹ് അവരോട്, എനിക്കും എൻ്റെ ജനത്തിനും അമ്മോന്യരോട് വലിയ കലഹമുണ്ടായി. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചില്ല. നിങ്ങൾ എന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ജീവനെ ഉപേക്ഷിച്ചും കൊണ്ട് അമ്മോന്യരുടെ നേരെ ചെന്നു. യഹോവ അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇങ്ങനെ ഇരിക്കെ നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്യുവാൻ ഇന്ന് എൻ്റെ നേരെ വരുന്നത് എന്ത് എന്ന് പറഞ്ഞു. അനന്തരം യിഫ്താഹ് ഗിലെയാദ്യരെ ഒക്കെയും വിളിച്ചുകൂട്ടി എഫ്രയീമ്യരോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ചു. ഗിലെയാദ്യരായ നിങ്ങൾ എഫ്രയീമിന്റെയും മനശ്ശെയുടെയും മധ്യേ എഫ്രയീമ്യ പലായുധന്മാർ ആകുന്നുവെന്ന് എഫ്രയീമ്യർ പറകൊണ്ട് ഗിലെയാദ്യർ അവരെ സംഹരിച്ചു കളഞ്ഞു. ഗിലെയാദ്യർ എഫ്രയീം ഭാഗത്തുള്ള യോർദാന്റെ കടവുകൾ പിടിച്ചു. എഫ്രയീമ്യ പലായുധന്മാരിൽ ഒരുത്തൻ, ഞാൻ അക്കരയ്ക്ക് കടക്കട്ടെ എന്ന് പറയുമ്പോൾ ഗിലെയാദ്യർ അവനോട്, നീ എഫ്രയീമിനോ എന്ന് ചോദിക്കും. അല്ല എന്ന് അവൻ പറഞ്ഞാൽ അവർ അവനോട് ശിബോലേത്ത് എന്ന് പറയുക എന്ന് പറയും. അത് അവന് ശരിയായി ഉച്ചരിപ്പാൻ കഴിയായകൊണ്ട് അവൻ ശിബോലേത്ത് എന്ന് പറയും. അപ്പോൾ അവർ അവനെ പിടിച്ച് യോർദാന്റെ കടവുകളിൽ വെച്ച് കൊല്ലും. അങ്ങനെ ആ കാലത്ത് എഫ്രയീമ്യരിൽ 40,000 പേർ വീണു. യിഫ്താഹ് ഇസ്രയേലിന് 6 സംവത്സരം ന്യായാധിപനായിരുന്നു. പിന്നെ ഗിലെയാദ്യനായ യിഫ്താഹ് മരിച്ചു. ഗിലെയാദ്യ പട്ടണങ്ങളിൽ ഒന്നിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ ശേഷം ബെത്ലഹേമ്യനായ ഇബ്സാൻ ഇസ്രയേലിന് ന്യായാധിപനായിരുന്നു. അവന് 30 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവൻ 30 പുത്രിമാരെ കെട്ടിച്ചയക്കുകയും തൻ്റെ പുത്രന്മാർക്ക് 30 കന്യകമാരെ കൊണ്ടുവരികയും ചെയ്തു. അവൻ ഇസ്രയേലിന് 7 സംവത്സരം ന്യായാധിപനായിരുന്നു. പിന്നെ ഇബ്സാൻ മരിച്ചു. ബെത്ലഹേമിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ ശേഷം സെബൂല്യനായ ഏലോൻ ഇസ്രയേലിന് ന്യായപാലകനായി 10 സംവത്സരം ഇസ്രയേലിൽ ന്യായപാലനം ചെയ്തു. പിന്നെ സെബൂലൂന്യനായ ഏലോൻ മരിച്ചു. അവനെ സെബൂലൂൻ നാട്ടിൽ അയാലൂനിൽ അടക്കം ചെയ്തു. അവന്റെ ശേഷം ഹില്ലേലിൽ മകനായ അബ്ദോൻ എന്നൊരു പിരാധോന്യൻ ഇസ്രയേലിൽ ന്യായാധിപനായിരുന്നു. 70 കഴുതപ്പുറത്തു കയറി ഓടിക്കുന്ന 40 പുത്രന്മാരും 30 പൗത്രന്മാരും അവനുണ്ടായിരുന്നു. അവൻ ഇസ്രയേലിന് 8 സംവത്സരം ന്യായാധിപനായിരുന്നു. പിന്നെ ഹില്ലേലിന്റെ മകനായ അബ്ദോൻ എന്ന പിരാധോന്യൻ മരിച്ചു. അവനെ എഫ്രയീം ദേശത്ത് അമാലേക്യരുടെ മലനാട്ടിലെ പിരാധോനിൽ അടക്കം ചെയ്തു. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 40 സംവത്സരത്തോളം ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നാൽ ദാൻ ഗോത്രത്തിലുള്ളവനായി സ്വരാധ്യനായ ഒരു പുരുഷനുണ്ടായിരുന്നു. അവന് മനോഹ എന്നു പേർ. അവന്റെ ഭാര്യ മച്ചിയായിരിക്കൊണ്ട് പ്രസവിച്ചിരുന്നില്ല. ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത്, നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല. എങ്കിലും നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ആകയാൽ നീ സൂക്ഷിച്ചുകൊള്ളുക, വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീരായിരിക്കും. അവൻ ഇസ്രയേലിനെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും. സ്ത്രീ ചെന്ന് ഭർത്താവിനോട് പറഞ്ഞത്, ഒരു ദൈവപുരുഷൻ എൻ്റെ അടുക്കൽ വന്നു. അവന്റെ ആകൃതി ഒരു ദൈവദൂതന്റെ ആകൃതി പോലെ അതിഭയങ്കരമായിരുന്നു. അവൻ എവിടെ നിന്നെന്ന് ഞാൻ അവനോട് ചോദിച്ചില്ല. തൻ്റെ പേർ അവൻ എന്നോട് പറഞ്ഞതുമില്ല. അവൻ എന്നോട്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ആകയാൽ നീ വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. ബാലൻ ഗർഭം മുതൽ ജീവപര്യന്തം ദൈവത്തിന് നാസീരായിരിക്കണം എന്ന് പറഞ്ഞു. മനോഹ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിപ്പാനിരിക്കുന്ന ബാലന്റെ കാര്യത്തിൽ ഞങ്ങളെ ഉപദേശിച്ചു തരുമാറാകട്ടെ എന്ന് പറഞ്ഞു. ദൈവം മനോഹയുടെ പ്രാർത്ഥന കേട്ടു. ദൈവദൂതൻ വീണ്ടും അവളുടെ അടുക്കൽ വന്നു. അവൾ വയലിൽ ഇരിക്കുകയായിരുന്നു. അവളുടെ ഭർത്താവ് മനോഹ കൂടെ ഉണ്ടായിരുന്നില്ല. ഉടനെ സ്ത്രീ ഓടിച്ചെന്ന് ഭർത്താവിനെ അറിയിച്ചു. അന്ന് എൻ്റെ അടുക്കൽ വന്നയാളിതാ എനിക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു. മനോഹ ഉടനെ എഴുന്നേറ്റ് ഭാര്യയോട് കൂടെ ചെന്ന് ആ പുരുഷന്റെ അടുക്കലെത്തി. ഈ സ്ത്രീയോട് സംസാരിച്ച ആൾ നീയോ എന്ന് അവനോട് ചോദിച്ചു. ഞാൻ തന്നെ എന്നവൻ പറഞ്ഞു. മനോഹ അവനോട്, നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ ആചരിക്കണം?
അവനെ സംബന്ധിച്ച് എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. യഹോവയുടെ ദൂതൻ മനോഹയോട്, ഞാൻ സ്ത്രീയോട് പറഞ്ഞതൊക്കെയും അവൾ സൂക്ഷിച്ചു കൊള്ളട്ടെ. മുന്തിരിവള്ളിയിൽ ഉണ്ടാകുന്ന യാതൊന്നും അവൾ തിന്നരുത്, വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെയും അവൾ ആചരിക്കണം എന്ന് പറഞ്ഞു. മനോഹ യഹോവയുടെ ദൂതനോട്, ഞങ്ങളൊരു കോലാട്ടിൻകുട്ടിയെ നിനക്കായി പാകം ചെയ്യും വരെ നീ താമസിക്കണമെന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ മനോഹയോട്, നീ എന്നെ താമസിപ്പിച്ചാലും ഞാൻ നിന്റെ ആഹാരം കഴിക്കുകയില്ല. ഒരു ഹോമയാഗം കഴിക്കുമെങ്കിൽ അത് യഹോവയ്ക്ക് കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അവൻ യഹോവയുടെ ദൂതൻ എന്ന് മനോഹ അറിഞ്ഞിരുന്നില്ല. മനോഹ യഹോവയുടെ ദൂതനോട്, നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കേണ്ടതിന് നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു. യഹോവയുടെ ദൂതൻ അവനോട്, എൻ്റെ പേർ ചോദിക്കുന്നത് എന്ത്? അത് അതിശയമുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ മനോഹ ഒരു കോലാട്ടിൻകുട്ടിയെയും ഭോജനയാഗത്തെയും കൊണ്ടുവന്ന് ഒരു പാറമേൽ യഹോവയ്ക്ക് യാഗം കഴിച്ചു. മനോഹയും ഭാര്യയും നോക്കി നിൽക്കൊണ്ടിരിക്കെ അവനൊരു അതിശയം പ്രവർത്തിച്ചു. അഗ്നിജാല യാഗപീഠത്തിന്മേൽ നിന്ന് ആകാശത്തിലേക്ക് പൊങ്ങിയപ്പോൾ യഹോവയുടെ ദൂതൻ യാഗപീഠത്തിന്റെ ജ്വാലയോടുകൂടെ കയറിപ്പോയി. മനോഹയും ഭാര്യയും കണ്ട് സാഷ്ടാംഗം വീണു. യഹോവയുടെ ദൂതൻ മനോഹയ്ക്കും ഭാര്യയ്ക്കും പിന്നെ പ്രത്യക്ഷനായില്ല. അങ്ങനെ അത് യഹോവയുടെ ദൂതൻ എന്ന് മനോഹ അറിഞ്ഞു. ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചു പോകും എന്ന് മനോഹ ഭാര്യയോട് പറഞ്ഞു. ഭാര്യ അവനോട്, നമ്മെ കൊല്ലുവാൻ യഹോവയ്ക്ക് ഇഷ്ടമായിരുന്നുവെങ്കിൽ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് ഹോമയാഗവും ഭോജനയാഗവും കൈക്കൊള്ളുകയോ ഇവ ഒക്കെയും നമുക്ക് കാണിച്ചു തരികയോ ഈ സമയത്ത് ഇതുപോലെയുള്ളൊരു കാര്യം നമ്മെ അറിയിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു. അവന് ശിംശോൻ എന്ന് പേരിട്ടു. ബാലൻ വളർന്നു. യഹോവ അവനെ അനുഗ്രഹിച്ചു. സോരയ്ക്കും എസ്തയോലിനും മധ്യേയുള്ള മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. സഭാപ്രസംഗി 4-ാം അധ്യായം. പിന്നെ ഞാൻ സൂര്യന് കീഴെ നടക്കുന്ന പീഡനങ്ങളെല്ലാം കണ്ടു. പീഡിതന്മാർ കണ്ണുനീരൊഴുക്കുന്നു, അവർക്ക് ആശ്വാസപ്രദനില്ല. അവരെ പീഡിപ്പിക്കുന്നവരുടെ കൈയാൽ അവർ ബലാത്കാരം അനുഭവിക്കുന്നു, എന്നിട്ടും ആശ്വാസപ്രദൻ അവർക്കില്ല. ആകയാൽ ഇപ്പോൾ ജീവനോടിരിക്കുന്ന ജീവനുള്ളവരെക്കാൾ മുമ്പേ തന്നെ മരിച്ചു പോയിരിക്കുന്ന മൃതന്മാരെ ഞാൻ പ്രശംസിച്ചു. ഈ 2 വകക്കാരെക്കാളും ഇതുവരെ ജനിക്കാത്തവനും സൂര്യന് കീഴെ നടക്കുന്ന ദുഷ്പ്രവൃത്തിയെ കാണാത്തവനുമായ മനുഷ്യൻ ഭാഗ്യവാൻ. സകല പ്രയത്നവും സാമർഥ്യമുള്ള പ്രവൃത്തിയൊക്കെയും ഒരുവനും മറ്റൊരുവനോട് അസൂയിൽ നിന്നുളവാകുന്നു എന്ന് ഞാൻ കണ്ടു. അതും മായയും വൃഥാ പ്രയത്നവും അത്രേ. മൂഢൻ കൈയും കെട്ടിയിരുന്ന് സ്വന്തം മാംസം തിന്നുന്നു. 2 കൈയും നിറയെ അധ്വാനവും വൃഥാ പ്രയത്നവും ഉള്ളതിനേക്കാൾ ഒരു കൈ നിറയെ വിശ്രാമം അധികം നല്ലത്. ഞാൻ പിന്നെയും സൂര്യന് കീഴെ മായ കണ്ടു. ഏകാഗിയായ ഒരുത്തനുണ്ട്. അവന് ആരുമില്ല, മകനില്ല, സഹോദരനുമില്ല. എങ്കിലും അവന്റെ പ്രയത്നത്തിന് ഒന്നിനും അവസാനമില്ല. അവന്റെ കണ്ണിന് സമ്പത്ത് കണ്ട് തൃപ്തി വരുന്നതുമില്ല. എന്നാൽ താൻ ആർക്കുവേണ്ടി പ്രയത്നിച്ചു സുഖാനുഭവം അനുഭവിക്കുന്നു. ഇതും മായയും വല്ലാത്ത കഷ്ടപ്പാടുമത്രേ. ഒരുവനേക്കാൾ ഇരുവരേറെ നല്ലത്. അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു. വീണാൽ ഒരുവൻ മറ്റേവനെ എഴുന്നേൽപ്പിക്കും. ഏകാഗി വീണാലോ അവനെ എഴുന്നേൽപ്പിപ്പാൻ ആരുമില്ലായകൊണ്ട് അവന് അയ്യോ കഷ്ടം. 2 പേർ ഒന്നിച്ചു കിടന്നാൽ അവർക്ക് കുളിർ മാറും. ഒരുത്തൻ തന്നെയായാലോ എങ്ങനെ കുളിർ മാറും? ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ 2 പേർക്കും അവനോട് എതിർത്ത് നിൽക്കാം. മുപ്പിരിച്ചൊരട് വേഗത്തിൽ അറ്റുപോകുകയില്ല. പ്രബോധനം കൈക്കൊള്ളാത്ത വൃദ്ധനും മൂഢനുമായ ഒരു രാജാവിനേക്കാൾ ദരിദ്രനും ജ്ഞാനിയുമായ ഒരു ബാലൻ കൊള്ളാം. അവൻ മറ്റേവന്റെ രാജ്യത്തിൽ ദരിദ്രനായി ജനിച്ചിട്ടും രാജാവായി വാഴേണ്ടതിന് കാരാഗ്രഹത്തിൽ നിന്ന് വരുന്നു. മറ്റേവന് പകരം എഴുന്നേറ്റ ബാലന്റെ പക്ഷം സൂര്യന് കീഴെ സഞ്ചരിക്കുന്ന ജീവനുള്ളവരൊക്കെയും ചേർന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ അസംഖ്യ ജനത്തിന് ഒക്കെയും തലവനായിരിക്കുന്നു. എങ്കിലും പിന്നെയുള്ളവർ അവനിൽ സന്തോഷിക്കുകയില്ല. അതും മായ വൃഥാ പ്രയത്നവും അത്രേ. 2 കൊരിന്ത്യർ 8-ാം അധ്യായം. സഹോദരന്മാരെ, മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്ത് എന്നതിന് ഞാൻ സാക്ഷി. അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല. അവർ മുമ്പേ
തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കണം എന്ന് ഞങ്ങൾ അവനോട് അപേക്ഷിച്ചു. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവിൻ. ഞാൻ കൽപ്പനയായിട്ടല്ല, മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ട് നിങ്ങളോട് സ്നേഹത്തിൻ്റെ പരമാർത്ഥതയും ശോധന ചെയ്യേണ്ടതിനത്രേ പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഞാൻ ഇതിൽ എൻ്റെ അഭിപ്രായം പറഞ്ഞു തരുന്നു. ചെയ്യുവാൻ മാത്രമല്ല, താല്പര്യപ്പെടുവാനും കൂടെ ഒരാണ്ട് മുമ്പേ ആദ്യമായി ആരംഭിച്ച നിങ്ങൾക്ക് ഇത് യോഗ്യം. എന്നാൽ താല്പര്യപ്പെടുവാൻ മനസ്സൊരുക്കമുണ്ടായതുപോലെ നിങ്ങളുടെ പ്രാപ്തിക്കൊത്തവണ്ണം നിവൃത്തി ഉണ്ടാകേണ്ടതിന് ഇപ്പോൾ പ്രവൃത്തിയും അനുഷ്ഠിപ്പിൻ. ഒരുത്തിന് മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ പ്രാപ്തിയില്ലാത്തതുപോലെയല്ല, പ്രാപ്തിയുള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. മറ്റുള്ളവർക്ക് സുഭിക്ഷവും നിങ്ങൾക്ക് ദുർഭിക്ഷവും വരേണം എന്നല്ല, സമത്വം വേണം എന്നത്രേ. സമത്വമുണ്ടാവാൻ തക്കവണ്ണം അവരുടെ സുഭിക്ഷം നിങ്ങളുടെ ദുർഭിക്ഷത്തിന് ഉതകേണ്ടതിന് ഇക്കാലം നിങ്ങൾക്കുള്ള സുഭിക്ഷം അവരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ. ഏറെ പെറുക്കിയവന് ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി തീത്തോസിൻ്റെ ഹൃദയത്തിലും ഈ ജാഗ്രത നൽകിയ ദൈവത്തിന് സ്തോത്രം. അവൻ അപേക്ഷ കൈക്കൊണ്ടു എന്നു മാത്രമല്ല, അത്യുത്സാഹിയാകയാൽ സ്വമേധയായി നിങ്ങളുടെ അടുക്കിലേക്ക് പുറപ്പെട്ടു. ഞങ്ങൾ അവനോട് കൂടെ ഒരു സഹോദരനെയും അയച്ചിരുന്നു. സുവിശേഷ സംബന്ധമായുള്ള അവൻ്റെ പുകഴ്ച സകല സഭകളിലും പരന്നിരുന്നു. അത്രയുമല്ല, കർത്താവിൻ്റെ മഹത്വത്തിനായും നമ്മുടെ മനസ്സൊരുക്കം കാണിപ്പാനായും ഞങ്ങളുടെ ശുശ്രൂഷയാൽ നടത്തുന്ന ഈ ധർമ്മകാര്യത്തിൽ അവൻ ഞങ്ങൾക്ക് കൂട്ടിയാത്രക്കാരനായി സഭകളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനുമാകുന്നു. ഞങ്ങൾ നടത്തിവരുന്ന ഈ ധർമ്മശേഖര കാര്യത്തിൽ ആരും ഞങ്ങളെ അപവാദം പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവിന് മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെയും യോഗ്യമായത് മുൻകരുതുന്നു. ഞങ്ങൾ പലതിലും പലപ്പോഴും ശോധന ചെയ്ത് ഉത്സാഹിയായി കണ്ടും ഇപ്പോഴോ തനിക്ക് നിങ്ങളെക്കുറിച്ച് ധൈര്യം പെരുകുവാൻ അത്യുത്സാഹിയായിരിക്കുന്ന നമ്മുടെ സഹോദരനെയും അവരോടുകൂടെ അയച്ചിരിക്കുന്നു. തീത്തോസ് എനിക്ക് കൂട്ടാളിയും നിങ്ങൾക്കായിട്ട് കൂട്ടുവേലക്കാരനുമാകുന്നു. നമ്മുടെ സഹോദരന്മാർ സഭകളുടെ ദൂതന്മാരും ക്രിസ്തുവിന് മഹത്വവും തന്നെ. ആകയാൽ നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളെ ചൊല്ലി ഞങ്ങൾ പറയുന്ന പ്രശംസയ്ക്കും ഒത്ത ദൃഷ്ടാന്തം സഭകൾ കാണുകെ അവർക്ക് കാണിച്ചു കൊടുപ്പിൻ.